2026 ഏപ്രിൽ 1 മുതൽ പുതിയ ആദായ നികുതി നിയമങ്ങൾ പ്രാബല്യത്തിൽ വരാൻ പോകുന്നു. നികുതി പാലിക്കൽ ലളിതമാക്കാനും അവ ടാക്സ് പേയേഴ്സിന് അനുയോജ്യമാക്കാനും ലക്ഷ്യമിട്ടാണ് പരിഷ്കാരങ്ങളെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ചീഫ് അറിയിച്ചു. പുതിയ നിയമങ്ങൾ അനുസരിച്ച് TDS ത്രൈമാസ റിട്ടേൺ ഫോം, ITR ഫോം പോലുള്ള ആദായ നികുതി നിയമത്തിന് കീഴിൽ ബാധകമായ എല്ലാ ഫോമുകളും റീഡിസൈൻ ചെയ്യും. സാധാരണക്കാർക്ക് ഫോമുകൾ വ്യക്തവും ഉപയോഗിക്കാൻ കൂടുതൽ എളുപ്പവുമാക്കുന്നതിനായി ഡയറക്ടറേറ്റ് ഓഫ് സിസ്റ്റംസും ടാക്സ് പോളിസി ഡിവിഷനുമായി സഹകരിച്ചാണ് ഫോമുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പുതിയ ആദായ നികുതി നിയമത്തിൽ പുതിയ നിരക്കുകൾ ഒന്നും തന്നെ കൊണ്ടുവരുന്നില്ല. നിയമത്തിൽ വിഭാഗങ്ങളുടെ എണ്ണം 819 നിന്ന് 536 ആയും അധ്യായങ്ങളുടെ എണ്ണം 47 നിന്ന് 23 ആയും കുറച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിലെ ആകെ പദങ്ങളുടെ എണ്ണം 5,12,000 വാക്കുകളിൽ നിന്ന് 2,60,000 ആയും കുറഞ്ഞു. 39 പുതിയ പട്ടികകളും 40 പുതിയ ഫോർമുലകളും ഇതിൽ ഉൾപ്പെടും. ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് ആദായ നികുതി സംവിധാനം കൂടുതൽ ലളിതവും സുതാര്യവുമായ രൂപത്തിലേക്ക് മാറ്റുകയാണ് പുതിയ ആദായ നികുതി നിയമങ്ങൾ ലക്ഷ്യമിടുന്നത്.